ആരിഫ് മുഹമ്മദ് ഖാൻ എന്തു ചെയ്തു ചെയ്തില്ല, പ്രത്യയശാസ്ത്ര തർക്കങ്ങൾക്കപ്പുറത്ത് നമ്മൾ ആക്ഷൻസ് പരിശോധിച്ചിട്ട് ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് ആലോചിച്ചാൽ, UDF ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ UDFന് താല്പര്യമുണ്ടായിരുന്ന ആളുകളാണ് വൈസ് ചാൻസലർമാരായി വന്നിട്ടുള്ളത്. അതിൽ അധ്യാപക സംഘടനാ മുൻ നേതാക്കൾ മുതൽ അക്കാഡമിക രംഗത്ത് UDFന് താല്പര്യമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. LDF ഭരിക്കുന്ന സമയത്ത് LDFന് അക്കാദമിക രംഗത്ത് താല്പര്യമുള്ള ആളുകളെയാണ് വൈസ് ചാൻസലർമാരായി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പുതുതായി VC-മാരാവുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? വളരെ സജീവമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ മുതൽ രാഷ്ട്രീയ അനുകൂല അവസ്ഥ ഉള്ളവർ വരെ. ഇപ്പോൾ ഭരിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നവരല്ല ഇപ്പോൾ വൈസ് ചാൻസലർമാരുടെ പദവിയിലിരിക്കുന്നത്, യൂണിവേഴ്സിറ്റികൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സംവിധാനത്തെ വളരെ അനായാസം ഒരു ഗവർണർ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ UDFും LDFും നോക്കി നിൽക്കുകയേ വഴിയുള്ളൂ എന്ന് തെളിയിച്ചതിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഗവർണർക്ക് അതിന്റെ ബാക്കി അങ്ങ് നടത്തിയാൽ മതി. അഭിലാഷ്, ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ഭരണഘടനാ ലംഘനങ്ങൾ സംസ്ഥാന നിയമസഭയിൽ ഏത് പാർട്ടി ഭരിച്ചാലും ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും ഈ പറഞ്ഞ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം കടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ഉന്നത നിലവാരം പുലർത്തി ചർച്ച ചെയ്യേണ്ട ഭരണഘടനാപരമായ ഒരു വിഷയമാണ്. ഈ വസീഫൊക്കെ പറയുന്നത് കേട്ടാൽ അതിന് മറുപടി പറയാൻ നിന്നാൽ ഇതിൻ്റെ ഒരു ഡെക്കോറം പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ വല്ലാതെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ചില പ്രയോറിറ്റികളുണ്ട്. ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലുള്ള വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അവർ മുന്നോട്ട് വെക്കുന്ന നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബില്ലുകൾ അത് തടഞ്ഞു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവർണർ ആരാന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു ഭാഗധേയത്തെ, അതിൻ്റെ ഒരു പ്രതീകത്തെയാണ് അദ്ദേഹം ഗവർണർ എന്ന പദവിയിലിരുന്നു കൊണ്ട് മറക്കടമുഷ്ടി കാണിച്ച് തടയുന്നത്. അതിന് സംസ്ഥാന സർക്കാർ BJP-യുടേതാണെങ്കിൽ പോലും നമ്മളുടെ നിലപാടിനൊരു മാറ്റമൊന്നുമില്ല. പണ്ട് കോൺഗ്രസ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവകാശമുണ്ട് എന്ന മട്ടിലാണ് ഇവിടെ KVS ഹരിദാസ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറയുക അടിയന്തരാവസ്ഥയും ചില ഗവൺമെൻറ്റുകളെയൊക്കെ പിരിച്ചുവിട്ട പശ്ചാത്തലമൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ ആ ഗവൺമെൻറ്റുകളൊക്കെ പിരിച്ചുവിടുമ്പോൾ അന്നത്തെ ഹിന്ദു മഹാസഭയുടെയും ജനസംഘത്തിൻ്റെയൊക്കെ നിലപാട് എന്തായിരുന്നു എന്ന് അദ്ദേഹം ഒന്ന് ചകഞ്ഞു നോക്കിയാൽ മതി, ഇപ്പോൾ ഇതൊക്കെ പറയാൻ അർഹതയുണ്ടോ എന്നറിയാൻ. അന്ന് ഈ 16ാം ലോക്സഭ നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് ഇതൊരു ഒറ്റപ്പെട്ട കാര്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് സാമാന്യവൽക്കരിക്കപ്പെട്ട, അതല്ലാതെ നടക്കില്ല എന്നൊരു സ്ഥിതി വന്നു. അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കൊരു ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു നിലവാരവും പരിശോധിച്ചാൽ അവരെവിടെയെങ്കിലും ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു നേരിയ ഉച്ഛ്വാസ നിശ്വാസങ്ങൾക്ക് പോലും ഇടമില്ലാത്ത വിധം ഏകപക്ഷീയമായി സ്വജനപക്ഷപാതിത്വം നടത്തി അവിടെ കായിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു പോകുന്ന രീതികളാണ് അവർ പുലർത്തിപ്പോരുന്നത്. അത് അവരുടെ ഒരു വർഗ സ്വഭാവമാണ്. അവരിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI ഒക്കെ പിരിച്ചുവിടേണ്ടി വരികയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ചെയ്തിയെ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടിമറിക്കുമ്പോൾ ചില നിഷ്പക്ഷ മതികൾക്കെങ്കിലും ഇതൊരു നീതിപൂർവകമായ ഒരു നടപടിയാണല്ലോ എന്നൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അതിന് സമ്പൂർണ്ണമായി ഉത്തരവാദികൾ ഈ പറഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റും CPM-ൻ്റെ ഇത്തരത്തിലുള്ള വർഗ സ്വഭാവമാണ്. അവർക്ക് ഈ ജനാധിപത്യത്തിലൊന്നും ഒരു വിശ്വാസം ഉണ്ടാവില്ല. അവർ ദുർബലരാകാത്ത ഇടങ്ങളിലൊക്കെ അവർ ശക്തരായിരിക്കും. അവർക്ക് ജനാധിപത്യത്തിന് ആവശ്യമില്ല. ദുർബലരാകുമ്പോൾ അവരിതിൻ്റെ വലിയ മാനവികതയുടെ വക്താക്കളാവും. അതാണ് CPM-ൻ്റെ ശൈലി. അവരിങ്ങനെ കുളമാക്കി കിടന്നിരുന്ന ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചില ഇടപെടലുകൾക്ക് ഈ സംഘ് പരിവാർ അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് പോലും കയ്യടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം CPM-ൻ്റെ ശൈലിയും ചെയ്തിയുമാണ്. അതൊന്നും ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തെ ഓവർ റൂൾ ചെയ്യുന്നതിനുള്ളൊരു ന്യായീകരണമാവുകയില്ല. ഞാൻ ആ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചർച്ചയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ കേവലം രാഷ്ട്രീയ ചട്ടുകങ്ങളാക്കി ഇതങ്ങ് കൈകൊണ്ട് നേരിട്ട് പറിക്കാൻ പറ്റാത്തതിനെ തോട്ടികൊണ്ട് പറിക്കുന്ന രീതി പോലെ തോട്ടികളാക്കി മാറ്റിയ, തോട്ടി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉയരത്തിലുള്ളത് പറിക്കുന്ന മരം കൊണ്ടുള്ളൊരു ഉപകരണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടത്, വേറെ അർത്ഥത്തിലേക്ക് പോകരുത്. അത്തരം ഒന്നാക്കി മാറ്റിയ ഒരു കേന്ദ്ര സർക്കാരാണ് ഭരിക്കുന്നത്. അവർ പുതിയൊരാളെ കൊണ്ട് വന്നാൽ അദ്ദേഹം മുമ്പ് പോയവനേക്കാൾ, ഞാൻ കടുക്കനിട്ടവനേക്കാൾ കേമമാണ്, അടുത്ത ആടയാഭരണം അണിഞ്ഞവൻ എന്ന മട്ടിൽ പെരുമാറാൻ ശ്രമിക്കും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മളിതിലൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ കേന്ദ്രഭരണം എന്ന് അവസാനിക്കുന്നുവോ അതുവരെ ഇതുപോലെയുള്ള പല കലാപരിപാടികളും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ശരി.